ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത യോ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് ഭാഗം ഉണ്ടാക്കി രണ്ട് തുണി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയല്ലോ, രണ്ട് ഭാഗമായിട്ട് ഉണ്ടാക്കിയില്ല. അതിൽ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തു. ഈ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി അടിക്കാനുള്ളത്, സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതിലെങ്ങനെ അടിക്കുക, എന്നിട്ട് ഇതിലെങ്ങനെ അടിച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ ഓപ്പണായി കിടക്കണം. എന്നിട്ട് ഇതിലെ ഈ അരു കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ മാർക്ക് ചെയ്ത മാർക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഫുള്ളായിട്ട് യോജിപ്പിക്കണം. ഈ ഒരു വശത്ത് മാത്രം ഓപ്പണായി കിടക്കുക. അത് നമുക്ക് ഇത് അടിച്ച് കഴിഞ്ഞിട്ട് മറിച്ചിട ആളാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കിടക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചൊക്കെ തിരിക്കുമ്പോൾ എപ്പോഴും സൂചി പൊന്തിക്കാതെ വേണം തുണി നീക്കാൻ. ഇത് മാത്രം പൊന്തിച്ച് സൂചി പൊന്തിക്കരുത്. സൂചി പൊന്തിച്ചാൽ നമ്മൾ അപ്പോൾ നമ്മൾ ഈ രണ്ട് പീസും ഒരുമിച്ച് വെച്ച്, ഈ റൗണ്ടിലെ രണ്ട് പീസ് ഒരുമിച്ച് വെച്ച്, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു, ഫുള്ളായിട്ട് അടിച്ചു. ഇവിടെ മാത്രം ഓപ്പണായി വെച്ചു. ഇവിടെ കൂട്ടി അടിച്ചു. ഇവിടെ ഓപ്പണാക്കി വെച്ചത് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെയൊക്കെ ചെറുതായിട്ടൊരു നമുക്ക് മറിച്ചുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. തട്ടരുത് കേട്ടോ. നമ്മൾ സ്റ്റിച്ചുമ്പോൾ തട്ടാത്ത നിലയിൽ കട്ട് ചെയ്യാം. ഇനി നമുക്കിത് മറിച്ചിടാം. നമുക്ക് അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് മറിച്ചിട്ടു. ഇനി നമുക്ക് ഇത് നമ്മളിവിടെ കട്ട് ചെയ്തിനല്ലേ, ഓർമ്മയില്ല എല്ലാവർക്കും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മടക്കുക, ഒരേ മാർക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് എന്ത് വേണം, നമ്മൾ ഇതിപ്പോൾ കഴുത്തിൻ്റെ അകലും നിങ്ങളും വീതിയൊക്കെയാണ്. ഇനി നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2.5 ഇഞ്ച് കേട്ടോ. കാരണം ബാക്കി നമ്മളെ സ്കേർട്ടിൻ്റെ അടിയിൽ നമ്മൾ അടയാളപ്പെടുത്തണു. അതുപോലെ തന്നെ ഇവിടെയും 2.5, അതിന് നേരെ ബാക്ക് വശവും 2.5. ഇനി എന്ത് വേണം അങ്ങനെ മറിച്ചിടുമ്പോൾ, ആ 2.5 ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് സിബ് വെക്കാനുള്ളത് കേട്ടോ. അതിൻ്റെ മുന്നേ എന്ത് വേണമെന്നോ, നമ്മൾ ഇത് ഇവിടെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു കുളത്തിനുള്ള ഒരു ബട്ടൺസ് വെച്ചുകാണ്ട് കൊളുത്താനുള്ള ഒരു ഇത് വെക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പണായിട്ട സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമ്മൾ അടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ അങ്ങനെ ഇവിടെ ഒരു ഹുക്ക് പോലെ നമുക്ക് ഇവിടെ ഒരു കുടുക്ക് വെച്ച് കൊടുക്കാം. ഹുക്ക് പോലെ, അല്ലെങ്കിൽ സിബ് വെക്കാൻ മറ്റൊരു സിബ് വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ തൽക്കാലം ഒരു കുടുക്ക് വെച്ചിട്ട് ഹുക്കാണ്. ആ ഹുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുണി മടക്കി അടിച്ച് തിരിച്ചിട്ട് കാണ്ട് ഇങ്ങനെ ഇതിനുള്ളിൽ വെച്ചിട്ട് ഈ ഓപ്പണായി കിടന്ന സ്ഥലം ഞാൻ അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് വേണമെന്നാ, നമ്മൾ ഈ ഇവിടെ ചുറ്റുഭാഗവും നമ്മളൊന്ന് പതിച്ചടിക്കണം കേട്ടോ. അല്ല അങ്ങനെ പൊന്തി നിൽക്കുക കാരണം പതിച്ചടിക്കണേ. ഈ സൈഡിൽ കൂടെയൊക്കെ അരുവ് കൂടെ കേട്ടോ. അപ്പം നമ്മളങ്ങനെ അവിടെ ഹുക്കിന് ഇത് വെച്ചു, ഒരു കുടുക്ക് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കുടുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ ഞാൻ കുട്ടികളെ തലൊന്നും കൊള്ളൂല. അതിനാണ് ഇവിടെ ഞാൻ ഓപ്പണാക്കി വെച്ചത്. ഇവിടെ ചുറ്റുഭാഗത്ത് ഞാൻ പതിച്ചടിച്ചു. ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും പതിച്ചടിക്കട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇനി അടിഭാഗത്തിനുള്ള തുണി കട്ട് ചെയ്ത് വെച്ചണമല്ലോ, രണ്ട് ഭാഗത്തിനുള്ള കട്ട് വെച്ചു. അപ്പോൾ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഇവിടെ 2.5 ഇഞ്ച് ഇതിട്ടിക്കാണ്ടാണ് നമ്മളിവിടെ വെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കി നമ്മൾ വെട്ടി വെച്ചപ്പോഴോ. അപ്പോൾ ആ വെട്ടി വെച്ച വശം നമ്മൾ എന്ത് വേണം, അങ്ങനെ വെച്ചിട്ട് ഈ തുണിയെ മടക്കുക.
നടു മടക്കിയിട്ട് ഒപ്പം പിടിച്ചിട്ട് ഇവിടെ ചെറിയൊരു ഒരു ചോക്കോണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കട്ടിട്ട് വെക്കുക, നടുഭാഗം അറിയാൻ വേണ്ടിയിട്ടോ. ഇനി എന്ത് വേണമെന്നാ നടുഭാഗം അറിയാൻ വേണ്ടി ഇനി ഇത് നമ്മൾ ഇതിൻ്റെ നടുഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇത് ഒരുമിച്ച് വെക്കുക. ഭാഗം അറിയാൻ ഇതിവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് നടുഭാഗം അറിയാൻ കഴിയും. അപ്പോൾ ആ നടുഭാഗത്തിന് നമുക്ക് ചോക്ക് കൊണ്ടൊരു അടയാളം എടുക്കുക. നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ഈ ഓപ്പൺ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അടയാളം എടുക്കുക. എന്നിട്ട് എന്ത് വേണമെന്നാ ഒരു അടയാളം എടുത്തു ഞാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തുണീൻ്റെ ഇവിടെ കട്ട് ചെയ്തില്ലേ, അപ്പോൾ ആ തുണീൻ്റെ ഇത് നല്ല വശമാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത തുണി ഭാഗവും നമ്മൾ ഈ ചോക്ക് കൊണ്ട് നടുഭാഗം അവിടെയും നമ്മൾ ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്തിനാ വെച്ചാൽ നമുക്ക് നേറിയെടുക്കുമ്പോൾ നടുഭാഗം മാറി പോകാതിരിക്കാനാണ് കേട്ടോ. രണ്ട് ഭാഗത്തേക്കും ഒരേ പ്ലേറ്റ് നെറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നടുഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തു. ഇനി എന്ത് വേണമെന്നാ, ഇനി നമ്മളിവിടെ ചോക്ക് കൊണ്ട് നമ്മൾ 2.5 ഇഞ്ച് അടയാളം എടുത്തിട്ടില്ലേ, അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ആം ഹോളിൽ കട്ട് ചെയ്ത അവിടുന്ന് ഇങ്ങോട്ട് അടിക്കൽ തുടങ്ങുക. അതിൻ്റെ മുന്നേ അത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണമെന്നാ, ഈ തുണിയെ നമ്മളിവിടെ കൈക്കുയ്ക്കുള്ള ഭാഗം നമ്മൾ മടക്കി അടിക്കണം. ഒരു ക്രോസ് പീസ് വെച്ച് മടക്കിയാൽ വേണ്ടിയില്ല, ഞാൻ ഈ തുണി കൊണ്ട് തന്നെയാണ് മടക്കി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്കിവിടെ അടിക്കാൻ ക്രോസ് പീസോ അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് തന്നെ മടക്കി അടിക്കാം. അതിന് നമുക്ക് എളുപ്പമൊരു മാർഗ്ഗം ഞാൻ കാണിച്ചു തരാം. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ആ പേപ്പറിൻ്റെ മുകൾക്ക് നമ്മൾ നല്ല വശം അടി വന്നിക്കാണ്ട് ഇങ്ങനെ വെക്കുക. നല്ല വശത്തിൽ അടിഭാഗത്തും ചീത്ത വശം മുകൾക്കായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് ഇതിൽ എത്തുകൂടെ ഇങ്ങനെ 1/4 ഇഞ്ച് വിട്ടുകാണ് ഇങ്ങനെ അടിച്ച് ഈ പേപ്പറും ഈ തുണിയും കൂടിയിട്ടോ. ഇനി എന്ത് വേണമെന്നാ, ഈ പേപ്പറിന് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ഇതിൻ്റെ ഒപ്പത്തിൽ വെട്ടി കൊടുക്കുക. ഇനി എന്ത് വേണമെന്നാ, ഈ പേപ്പർ നമ്മളിപ്പോൾ നല്ല വശത്ത് പേപ്പർ വെച്ചാണ് അടിച്ചത്. ഇനി എന്ത് വേണമെന്നാ, ഈ പേപ്പറിനെ നമ്മൾ ചീത്ത വശത്തേക്ക് മടക്കുക. അപ്പം ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു 1/4 ഇഞ്ചിന് മടക്ക് വരും ഈ പേപ്പർ കൊടുക്കാൻ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് ഇല്ലാതെ തന്നെ നമുക്ക് കൈക്കൂലി അടിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ പിന്നെ കടലാസ് വെല്ലെ പറിച്ചെടുത്താൽ മതി. തുന്നി പോരാത്ത നിലയിൽ വെല്ലെ പറിച്ചെടുത്താൽ മതി. കണ്ട നല്ല വൃത്തിയില്ലേ, നല്ല വൃത്തിയിൽ ഇങ്ങനെ അടിച്ച് വന്നു. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് ഇല്ലാതെ തന്നെ ഇവിടെ മടക്കി അടിച്ചു. ഇനി നമുക്ക് 2 ഭാഗത്തും അങ്ങനെ അടിച്ച് 2 വശം അടിച്ചു കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ കൈക്കുഴി അടിച്ചാൽ ഇവിടുന്ന് ഈ ചോക്ക് കൊണ്ട് അടയാളിട്ട അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് കേട്ടോ. നെറി വെച്ചിക്കാണ്ട് ആദ്യം ഒരു ഇഞ്ച് നമുക്ക് നെറി വെക്കാതെ അടിക്കുക. എന്നിട്ട് നമുക്ക് നെറിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു വശത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ മറ്റേ വശത്ത് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരേക്കും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മൾ 2 വശം അടിച്ചിട്ടോ. ഇവിടെ നമുക്ക് ഓപ്പൺ വെച്ചുകൊണ്ട് ബട്ടൺസ് വെക്കാനുള്ളതാണ്. 2 വശം വെച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ പിന്നെ ഈ ഹോളിന് വെട്ടിയാൽ ഇവിടെ ഞാൻ മടക്കി അടിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ വെക്കണമെന്നില്ല. വെക്കണം എന്നുള്ളവർക്ക് നമുക്ക് ഇവിടെ ചെറിയൊരു പിന്നെ നെറി വെച്ച ഒരു കൈ കുഞ്ഞു കൈ ആയിക്കാണ്ട് സ്ലീവ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് എഴുതി ഞാനിവിടെ കൈ വെക്കുന്നില്ല. ഇവിടെ മടക്കി അടിച്ചുകൊണ്ട് നമുക്ക് കൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത് കൂട്ടി അടിക്കട്ടോ. ഇതിങ്ങനെ പിടിക്കുക. രണ്ടും ഒപ്പം പിടിച്ചിട്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കുക. രണ്ടും ഒരുപോലെ ഈ കൈക്കുഴി രണ്ടും ഒരുപോലെ കൂട്ടി പിടിച്ചിട്ട് ഇവിടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടുകാണ്ട് അടിച്ചു കൊടുക്കുക. ഞാൻ 1/2 ഇഞ്ചായാലും കുഴപ്പമില്ല. 1 ഇഞ്ചായ തുണി അങ്ങനെ നമ്മൾ 2 വശവും അടിച്ചു കേട്ടോ. 2 വശവും അടിച്ചു. ഇനി നമുക്കിത് അടിഭാഗം മടക്കി തയ്ക്കാം. അതിന് നമ്മൾ ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കുക, എന്നിട്ട് ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൈ വെക്കണത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം കേട്ടോ. ഇവിടെ ഒരു ബട്ടൺസ് വെച്ചാൽ നമുക്കിതിങ്ങനെ വിട്ടുകൊടുക്കാം. അങ്ങനെ 3 വയസ്സ് 3.5 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടിക്കിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.